മിസ് മാലതി മേനൻ? അതെ, ഞാനാണ്. നിങ്ങളുടെ ആരാണ് രാധിക മേനൻ? എന്റെ അനന്തരവൾ. എന്താ കാര്യം? There is an arrest warrant. രാധികയ്ക്കും അവളുടെ കൂട്ടുകാരി ജോസഫൈനും. നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അകത്ത് പോയി നോക്കൂ, അവര് രക്ഷപ്പെടരുത്. ഇൻസ്പെക്ടർ, ഒരാളുടെ വീട്ടിലേക്ക് അറസ്റ്റ് വാറന്റ് കൊണ്ട് ഇങ്ങനെ വലിഞ്ഞു കയറുന്നതിന് മുൻപ് അത് എന്തിനാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കടമോട് നിങ്ങൾക്കുണ്ട്. ഓക്കെ. ഇന്നലെ രാത്രി കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ഒരു കൊല നടന്നു. ആ സമയത്ത് രാധികയും ജോസഫൈനും അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ACP wants to question them. No, no, no. This is sheer nonsense. അമ്മായി, മോളെ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ പോയി നടന്നത് എന്തൊക്കെയാണെന്ന് ACPയോട് പറയാം. ഞങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ലെന്ന് തെളിയിക്കാൻ. അങ്ങനെ ചെയ്തേ പറ്റൂ. മറ്റെന്തെങ്കിലും? ഇല്ല മാം, ഇതേ കിട്ടിയുള്ളൂ. മാഡം, മെസ്സേജ്. Calling from mobile 3. കേസ് ചെയ്യണം മാഡം. ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു. ഓവർ. എന്താണ് സംഭവിച്ചതെന്നും പോലീസിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്നും അറിയട്ടെ. എന്നിട്ടേ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്താലും കൊള്ളാം. ഒരു രാത്രി പോലും അവളെ പോലീസ് സ്റ്റേഷൻ ഇരുത്താൻ പാടില്ല. അതിന് എത്ര ലക്ഷങ്ങൾ ചെലവായാലും കുഴപ്പമില്ല. ഹലോ, ഡോണ്ട് പാനിക്. FIR എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. കം വിത്ത് മീ. ഹലോ. എന്തെങ്കിലും വിവരം കിട്ടിയോ മാഡം? ആസിറ്റിസ് ഒന്നും പറയാറായിട്ടില്ല. ചില സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. ഊഹങ്ങൾ വെച്ചൊന്നും എഴുതി കൂട്ടരുത്. അവരെ കൊണ്ടുവന്നോ? യെസ് മാം. ആ മാലതി മേനോൻ കിടന്നോറെ ബഹളം വെച്ചു. ഇനി ദ ക്ലൂസ്? ഒരു ബുള്ളറ്റ് മാത്രമേ ഫയർ ചെയ്തിട്ടുള്ളൂ. ശരീരത്തിൽ വേറെ മുറിവുകളൊന്നും കാണാനില്ല. ഹിസ് റിബ്സ് ഓൾ ബ്രോക്കൺ. ചോരപ്പാട് കാണുന്നത് ഒരു മുറിയുടെ മുമ്പിൽ മാത്രമാണ്. ഞങ്ങൾ മറ്റുള്ള റൂംസ് ഒക്കെ കയറി നോക്കി. അവിടെ ഒന്നും കാണാനില്ല. അവിടെ വെച്ചായിരിക്കും കൊല നടന്നിരിക്കുക. ആരുടെ മുറിയാ? ജോസഫൈന്റെ. ലെബറ വെൻഡറ്റ, കാലിബർ 8mm. ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് എന്തായിരിക്കും നടന്നിരിക്കുക? സിമ്പിൾ. അയാൾ ഈ കുട്ടികളെ ശല്യപ്പെടുത്തിയിട്ടുണ്ടാവും. അത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ അയാളെ വിളിച്ചു വരുത്തി കൊല്ലാൻ പ്ലാൻ ചെയ്തു. അതായിരിക്കും സംഭവിച്ചിരിക്കുക. അവരോടെ പുറത്തുണ്ട്. വിളിക്കൂ. വാ, നടക്കങ്ങോട്ട്. മാഡം, സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഈ പറയുന്ന രമേശ് നായരെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അയാൾ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും അറിയില്ല. പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം? To dearest രമേശ്, yours loving രാധിക. പറയടി. അത് ഞാൻ പറയാം. അയാൾ ഇവിടെ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞങ്ങളല്ല അയാളെ കൊന്നത്. പിന്നെ ജയശ്രീ, കത്തിയവരുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം തോക്കും കത്തിയൊക്കെ എടുത്താൽ മതി. ഇതാരുടെ ചെയിനാ? രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്താ ഇപ്പൊ കിളി പറയുന്ന പോലെ പറയും. നിങ്ങളുടെ കൂട്ടുകാരികൾ ഈ ചെയിൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആരുടെയാണിത്? പിസ്റ്റൾ എന്റെ വീട്ടിൽ കൊണ്ടുവന്നതാ. മാഡം, അത് തുറന്നു നോക്കൂ. ഞങ്ങൾ രണ്ടുപേരും ഫയർ ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാവും. ഓപ്പൺ ഇറ്റ്. ഒരു ബുള്ളറ്റ് കുറവാണ് മാഡം. അതിന്റെ അർത്ഥം ഈ പിസ്റ്റളിൽ നിന്ന് ആരോ ഒരാൾ ഫയർ ചെയ്തിട്ടുണ്ട്. കൊല നടന്നത് നിങ്ങളുടെ മുറിയുടെ മുമ്പിൽ വെച്ചാണ്. കൊന്നത് നിങ്ങളായിരിക്കാമെന്ന് സംശയിക്കാനുള്ള സാക്ഷികളും സാഹചര്യ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷന് തടസ്സമുണ്ടാക്കാൻ നോക്കാതെ സഹകരിക്കാൻ ശ്രമിക്കുക. ഗോട്ട് ഇറ്റ്? ഒരു മിനിറ്റ്. ഇന്നലെ രാത്രി മുതൽ ഗീതയും കാണാനില്ല.
No photograph. I said stop it. No photograph. No photograph. മാറി നിൽക്കണം. Hey, come here. What did I tell you? പറഞ്ഞു മനസ്സിലായില്ലേ? They are not criminals. Understand? ഹലോ കൺട്രോൾ റൂം. ഞാൻ മാലതി മേനോൻ, രാധികയുടെ അമ്മായിയാണ്. Can I speak to ACP ഗായത്രി വർമ്മ please? 1 minute. മാം, Yeah. മാലതി മേനോൻ. Do it immediately. Okay? Okay, ma'am. Yes. ACP speaking. ഐ എം മാലതി മേനോൻ. അഡ്വക്കേറ്റ് സൗമിനിയായി ഇങ്ങോട്ട് വരുന്നുണ്ട് ബെയിൽ എടുക്കാൻ. പ്ലീസ് ടോക്ക് ടു ഹർ. Yes. കേസിന്റെ പൊസിഷൻ എനിക്കറിയില്ല. ഐ വോണ്ട് ദ ബെയിൽ. സ്റ്റേഷനിൽ വന്നാൽ മതിയോ അതോ? എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഒരു 2 മണിക്കൂറിന് ശേഷം വന്നോളൂ. ഓക്കെ. കെൻ ഐ ടോക്ക് ടു ദം? ഹോൾഡ് ഓൺ. കോൺസ്റ്റബിൾ, അവരെ വിളിക്കൂ. ആന്റി, ഞാൻ ജോസഫൈൻ. സത്യമായിട്ടും ഞങ്ങൾ നിരപരാധികളാണ്. രാധികയ്ക്ക് ഫോൺ കൊടുക്ക്. അമ്മായി, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. വെറുതെ അവൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കണ്ട. ഞാൻ അഡ്വക്കേറ്റുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവരോട് സംസാരിക്കുന്നവരെ ഒന്നും മിണ്ടണ്ട. മനസ്സിലായോ? നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറയുന്നുണ്ടല്ലോ. മരിച്ചത് ആരോ ആവട്ടെ, നിങ്ങളൊരു രമേശൻ നായരെ വിളിച്ചു വരുത്തി എന്നുള്ള സത്യമല്ലേ? അല്ല മേഡം, രമേശ് നായർ എന്നൊരാളില്ല. അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് അറിയില്ല. എഴുത്തെഴുതിയത് സത്യമാണ്. അതെല്ലാം എന്റെ വിവാഹം മാറ്റിവെക്കാൻ വേണ്ടി ഞങ്ങൾ എന്റെ അമ്മയോട് കാണിച്ച ഒരു കള്ളക്കളിയാണ്. So you mean to say that there is nobody called രമേശ് നായർ? അതെ, രമേശ് നായർ എന്നൊരാളെ ഞങ്ങളുടെ ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുത്തതാ. അങ്ങനെ ഒരാള് ജീവിച്ചിരിക്കുന്നില്ല. മരിച്ചിട്ടുമില്ല? ഉണ്ടായിട്ട് വേണ്ടേ മരിക്കാൻ? മേഡം പ്ലീസ്, ഞങ്ങളെ വിശ്വസിക്കണം. അങ്ങനെ ഒരാളുണ്ടെന്ന് മേഡത്തിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ മരിച്ചത് അയാളാണെന്നും കൊന്നത് ഞങ്ങളാണെന്നും ഞങ്ങൾ സമ്മതിക്കാം. അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ട് പറയാ. അങ്ങനെ ഒരാൾ ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ജയശ്രീ. യെസ് മാം. അഡ്വക്കേറ്റ് വന്ന് ജാമ്യം എടുക്കും മുമ്പ് ഇവർക്ക് പറയാനുള്ളതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വാങ്ങിച്ചോളൂ. ഓക്കെ മാം. ഹലോ.